Indian Cooperative Credit Society Limited. നൽകിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ. ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും ഖർഗെ. മൂന്നാം തവണയും NDA സർക്കാർ അധികാരത്തിലേക്ക്. രാഷ്ട്രപതിയെ കണ്ട് അവകാശവാദം ഉന്നയിക്കും. പിന്തുണ കത്ത് കൈമാറി നിതീഷും ചന്ദ്രബാബു നായിഡുവും. നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്ത് NDA സഖ്യം. സത്യപ്രതിജ്ഞ ശനിയാഴ്ച. അയൽ രാഷ്ട്ര തലവന്മാർക്ക് ക്ഷണം. പരാജയ കാരണങ്ങൾ പരിശോധിക്കാൻ LDF. പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി. അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. BJPയുടെ വളർച്ചയിൽ പരസ്പരം പഴിചാരി LDFും UDFും. തോൽവിക്ക് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി. TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പടയൊരുക്കം. മുരളീധരനെ അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം. നേരത്തെ മുന്നറിയിപ്പ് നൽകിയതല്ലേ എന്ന് പത്മജ. നടന്നത് CPM BJP ഡീലെന്ന് DCC പ്രസിഡന്റ്. പത്തനംതിട്ട CPMൽ ഫേസ്ബുക്ക് വിവാദം. നാളെ ചേരുന്ന ഏരിയ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. പോസ്റ്റിൽ വിശദീകരണം തേടും. അൻസാരി അസീസിന്റെ പോസ്റ്റ് രാജു എബ്രഹാമിന്റെ ചിത്രം വെച്ച്. തൃശൂരിനെ ഇളക്കി മറിച്ച് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. നിയുക്ത MPക്ക് വൻ സ്വീകരണമൊരുക്കി BJP. തൃശൂരിനെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഹർജി തള്ളി. നടപടി ഡൽഹി റോസ് അവന്യൂ കോടതിയുടേത്. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ജയത്തോടെ തുടക്കം. അയർലൻഡിനെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. രോഹിത് ശർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരണത്തിനില്ല. പ്രതിപക്ഷത്തിരിക്കാൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ മല്ലികാർജുൻ ഖാർഗെ ഭരണഘടനാ സംരക്ഷണത്തിനായി പോരാട്ടം തുടരുമെന്ന് പ്രതികരിച്ചു. हमारे गठबंधन पार्टी के नेता लोग 2 घंटे तक बैठकर आज के पॉलिटिकल सिचुएशन पे और आज की जो परिस्थिति है उस पर बहुत से सजेशन आए, चर्चा हो गई और ये निष्कर्ष आखिरी में ये निकला कि हम सब मिलके एक ही वॉइस में ये कहना चाहिए जो मैं आपको पढ़ के बताऊंगा. The constituents of India bloc thank the people of India for the overwhelming support received by our allies. The people's mandate has given befitting reply to the BJP and their politics of hate, corruption and deprivation. This is a mandate in defense of the Constitution of India and against price rise, unemployment and crony capitalism, and also to save democracy. The India bloc will continue to fight against the fascist rule of the BJP led by Modi. We will take appropriate steps at the appropriate time to realize the people's desire not to be ruled by the BJP's government, and this is our decision, and we all together agreed on these points, and will definitely whatever promises we have given to the people, that we will keep it up. And just I want to tell this. Thank you. മതിയായ majority ഇല്ല. They don't have a comfortable majority, but people's verdict is against his friend.
India Alliance will wait for the appropriate time. That is what we have decided. അതായത് ഇപ്പോൾ ജനപക്ഷം മാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കും, അതാണ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ മുന്നണി. അതാണ് ഇപ്പൊ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ജനവികാരത്തിനനുസരിച്ച് പാർലമെന്റിൽ പ്രവർത്തിക്കാൻ, പാർലമെന്റ് പുറത്തും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. തിരിക്കുമെന്ന് സ്ഥിരീകരിച്ച ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജനും. നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി മനു ഭരത് ചേർന്നു. മനു, ചിത്രം വ്യക്തമാകുന്നു. NDA യോഗങ്ങൾ, ഇന്ത്യ മുന്നണി യോഗങ്ങളിലെല്ലാം പൂർണ്ണമായിരിക്കുന്ന സാഹചര്യം ഒരു അധികാര വടംവലിയിലേക്കുള്ള ഒരു ചിത്രമായിരിക്കുകയില്ല. കൃത്യമായ രീതിയിൽ NDA തന്നെ സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുക, പ്രതിപക്ഷത്ത് ഇരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുക. എപ്പോഴത്തേക്ക് സത്യപ്രതിജ്ഞ എന്നൊരു നീക്കത്തിൽ കൂടിയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് NDA? എങ്ങനെയുള്ള അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത്? അപർണ, ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന കണക്കുകൂട്ടലുകൾ NDAക്കുണ്ടായിരുന്നു. ഏതായാലും ആ ഘട്ടത്തിൽ തന്നെ ഈ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു ശ്രമം NDAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അമിത്ഷാ നേരിട്ടാണ് ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്തത്. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അസന്നിഗ്ധമായി അവരുടെ പിന്തുണ ഈ മോദി സർക്കാരിന് പ്രഖ്യാപിച്ചതോടുകൂടി കാര്യങ്ങളുടെ ചിത്രം വ്യക്തമായി. പ്രധാനമന്ത്രി രാജി സമർപ്പിച്ചു. അതിനുശേഷം ഈ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ന് എല്ലാവർക്കും കേന്ദ്രമന്ത്രിമാർക്കെല്ലാം അത്താഴ വിരുന്ന് നൽകുകയും ചെയ്തു. അതിന് മുന്നേ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഈ 17ാം ലോക്സഭ പിരിച്ചുവിടാനും രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 85B പ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്കാണ് രാഷ്ട്രപതി കടന്നത്. പിന്നീട് ഈ സർക്കാരിൻ്റെ മന്ത്രിസഭ പിരിച്ചുവിടുന്നു. ഒപ്പം തന്നെ താൽക്കാലിക അല്ലെങ്കിൽ അതുവരെയുള്ള കെയർടേക്കർ ഗവൺമെൻറ് എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് ആശംസകൾ എത്തി. US പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ആശംസകളുടെ വലിയ പ്രവാഹം ഇന്ന് പ്രധാനമന്ത്രിക്ക് വസതിയിലേക്ക് ഒഴുകി എത്തിയെന്ന് പറയാം. ഇനി BJPക്ക് മുന്നിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അനിശ്ചിതത്വത്തിൽ നിന്ന് കരകയറുക എന്ന ഒരു കാര്യമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വർണ്ണാഭമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. 7-ാം തീയതി NDA മുന്നണിയിൽ പ്രധാനപ്പെട്ട ആളുകൾ രാഷ്ട്രപതിയെ തങ്ങളെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണം എന്ന അവകാശവാദം ഉന്നയിക്കും. 8-ാം തീയതി സത്യപ്രതിജ്ഞ നടത്താം എന്നാണ് കരുതുന്നത്. ഈ വിവിധ രാഷ്ട്രത്തലവന്മാരെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീനയെയും ഒപ്പം ശ്രീലങ്കയിൽ നിന്ന് റെനിൽ വിക്രമസിംഘയെയും ഒക്കെ ക്ഷണിച്ചു കഴിഞ്ഞു. ടെലിഫോൺ വഴി ആശംസകൾ അറിയിക്കുന്ന ഘട്ടത്തിലാണ് ഇവരോട് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ഒപ്പം മിഡിൽ ഈസ്റ്റിലെയും പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാരോട് ചടങ്ങിൽ പങ്കെടുക്കണം എന്ന ആവശ്യം പ്രധാനമന്ത്രി ഉന്നയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആസിയാൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാർക്കും ഇത്തരത്തിൽ ക്ഷണമുണ്ടാകും. അങ്ങനെ തൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് മൂന്നാമത് അതൊരു ചരിത്ര നിമിഷമാണെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. പണ്ഡിറ്റ് നെഹ്റുവിന് ശേഷം 3-ാം തവണയും രണ്ട് സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കി 3-ാം തവണയും അധികാരത്തിലെത്തുക എന്ന പണ്ഡിറ്റ് നെഹ്റുവിന് മാത്രം സാധ്യമായ ആ ഒരു രീതി തനിക്കും കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഏറ്റവും വർണ്ണാഭമായി നടത്താനുള്ള ഒരു നീക്കം രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. തുടർന്ന് അതേസമയം ഇന്ത്യ മുന്നണിയാകട്ടെ മറ്റ് ഒരു പോംവഴികളൊന്നുമില്ല, പ്രതിപക്ഷത്ത് ഇരിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവർ നിരന്തരം ഈ ജനവിധി സർക്കാരിന് എതിരാണ്. അതുകൊണ്ട് മോദി സ്ഥാനമൊഴിയണം എന്ന നിലപാടാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും അവസരം വരുന്ന ഒരു ഘട്ടത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച് വീണ്ടും രംഗത്ത് വരും എന്ന് വ്യക്തമാക്കുമ്പോഴും നിലവിൽ പ്രതിപക്ഷത്ത് ഇരിക്കുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു നീക്കം. ഏതായാലും കാത്തിരുന്ന് കാണുക എന്ന സൂചന KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഇന്ത്യ മുന്നണി നേതാക്കൾ വ്യക്തമാക്കുന്നുമുണ്ട്. മനു, ഇനി അതിൽ ചിത്രം വ്യക്തമാകുമ്പോൾ ഇനി ഉറ്റുനോക്കേണ്ടത്
സഖ്യകക്ഷികളുമായി എൻഡിഎയുടെ സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട് അത് ഏത് തരത്തിലേക്കുള്ള വിലപേശലുകളിലേക്ക് അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കുന്നുവെന്നാണ്. എൻഡിഎ യോഗം നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. മനു പറഞ്ഞതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടക്കുകയും ചെയ്യും. ഏത് തരത്തിലായിരിക്കും വകുപ്പുകളടക്കമുള്ളതിൽ നടക്കുന്ന വിലപേശലുകൾ സംബന്ധിച്ച് വരുന്ന വാർത്തകളൊക്കെ ഏത് തരത്തിലുള്ളതാണ്? ഏതായാലും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ വകുപ്പ് തല വിഭജനങ്ങളെക്കുറിച്ച് ചർച്ചയായിട്ടില്ല. എല്ലാ ഘടകകക്ഷികളും അവരുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക്. സ്വാഭാവികമായും പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഇതെല്ലാം തന്നെ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ചെയ്യും. എന്നാൽ തുടർന്ന് വകുപ്പ് വിഭജനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ നിർണായകമായിരിക്കും. കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളുടെ പിന്തുണ വളരെ സുപ്രധാനമാണ്. പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതുപോലെ നിതീഷ് കുമാറിൻ്റെയും പാർട്ടികൾ വലിയ പിന്തുണ സർക്കാരിന് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അവരുടെ പിന്തുണ എക്കാലത്തേക്കും ഉറപ്പാക്കുന്ന തരത്തിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് BJP തയ്യാറാകും എന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വകുപ്പുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ BJP ആണ് കൈകാര്യം ചെയ്തത്. ഭൂരിഭാഗം വകുപ്പുകളും BJP ആണ് കൈകാര്യം ചെയ്തിരുന്നത്. ഈ രാംദാസ് അത്തേവാലയെ പോലെ അല്ലെങ്കിൽ അനുപ്രിയ പട്ടേലിനെ പോലെ ചില ഘടകകക്ഷി നേതാക്കൾക്ക് സഹമന്ത്രി സ്ഥാനമൊക്കെ നൽകിയിരുന്നെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം BJP മന്ത്രിമാർ തന്നെയാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ പുതിയ സർക്കാരിൽ അത് സാധ്യമാകില്ല. പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകേണ്ടി വരും. മാത്രവുമല്ല ഇനി ഈ മുന്നണി വിപുലീകരണം എന്ന ഒരു നീക്കം കൂടി NDAക്ക് നടത്താനുണ്ട്. കാരണം ഇന്ത്യ മുന്നണി നേതാക്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ കൃത്യമായ അവസരത്തിന് വേണ്ടി കാത്തിരിക്കും എന്നവർ പറയുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ അതൃപ്തി ഈ മുന്നണിയിൽ ഉണ്ടായാൽ അത് മുതലെടുക്കാൻ മറുഭാഗം സജ്ജമാണ് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് അതിജീവിക്കാൻ വേണ്ടി മുന്നണി വിപുലീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പരമാവധി കൂടുതൽ സഖ്യകക്ഷികളെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതൊക്കെ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടാകും. ഏതായാലും കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. മാത്രവുമല്ല ചന്ദ്രബാബു നായിഡുവിനെ പോലുള്ള നേതാക്കൾ അവിടെ ആന്ധ്രാപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് തൊഴിലിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ സംവരണം വേണമെന്ന നിലപാടുള്ള ഘടകകക്ഷികൾ കൂടി ഈ മന്ത്രിസഭയുടെ ഭാഗമാകുമ്പോൾ BJP ഈ പ്രചരണ രംഗത്ത് ഉപയോഗിച്ച ചില നിലപാടുകളിൽ മയപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുകൂടിയാണ് വിലയിരുത്തൽ. ദില്ലിയിൽ നിന്നുള്ള ചിത്രം വ്യക്തമാകുന്ന സാഹചര്യം മനു ഭരത് വിശകലനങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫലം മോദി സർക്കാരിന് എതിരാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. ജനാധിപത്യത്തിന് അനുകൂലമായാണ് ജനം വിധി എഴുതിയത്. ജനങ്ങൾക്ക് NDAയിൽ വിശ്വാസമില്ലെന്നും യെച്ചൂരി പറഞ്ഞു. ये एक बहुत भारी पिछले को धक्का है भाजपा को और खासतौर से मोदी जी को कि जो इतना घमंड से कहे जा रहे थे कि अब की बार 400 पार और उनको अपनी बहुमत भी नहीं मिली जो 2014 में और 2019 में उनके पास था, वो भी आज हासिल नहीं कर पाए. तो उनके लिए एक बहुत बड़ा सेटबैक है. और दूसरी ओर से ये एक बहुत बड़ी उपलब्धि है कि लोग, देश के लोग और वोटर खास तौर से अपने देश के संविधान, देश के अंदर जनतंत्र और लोगों की जनवादी अधिकार और रोज़मर्रा ज़िंदगी की समस्याओं को हल करने के लिए वो ये वोट डाला. തൃശൂർ നഗരത്തെ ഇളക്കി മറിച്ച് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. മറ്റ് ജില്ലകളിൽ നിന്നും പാർട്ടി പ്രവർത്തകർ പരിപാടിക്കെത്തി. ആർപ്പുവിളികളോടെയാണ് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ നടന്നത്. അദ്ദേഹം ഉച്ചയോടുകൂടി തൃശൂരിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷം ഇവിടെ സ്വരാജ് റൗണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ പ്രവർത്തകർ ഇവിടെ ഒത്തുകൂടിയിരുന്നു. തൃശൂരിൽ നിന്ന് മാത്രമല്ല, തൃശൂരിന് പുറത്തുനിന്ന് അദ്ദേഹത്തിന്റെ സമ്മതിദായകരല്ലാത്തവർക്ക് പോലും തൃശൂരിലേക്ക് എത്തിച്ചേർന്നിരുന്നു. കാരണം ഇതാ BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കേരളത്തിൽ BJP ഒരു അക്കൗണ്ട് തുറന്ന വലിയൊരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ആഘോഷപൂർവ്വം എന്ന് തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ എല്ലാ ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കാനായി വലിയ പ്രവർത്തകരാണ്, വലിയ കൂട്ടം പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നു. സ്ത്രീകളും അടക്കം പ്രവർത്തകരുടെ സാന്നിധ്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. തുടക്കം മുതലുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം, അത് വോട്ടായി മാറിയതിന്റെ സന്തോഷം എല്ലാവരിലും തന്നെ പ്രകടമായിരുന്നു. ഇവിടെ ശക്തന്റെ ഒരു തട്ടകത്തിൽ വലിയ രീതിയിൽ വിജയക്കൊടി പാറിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു ആശ്വാസമല്ല, ഒരു ആത്മവിശ്വാസത്തിലേക്ക് BJP മാറിയിരിക്കുന്നു. കാരണം കൂടുതൽ അക്കൗണ്ടുകൾ
കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ അവർ ഉറപ്പിച്ചു തന്നെ പറയുന്ന രീതിയിലേക്ക് അവരൊരു പ്രവർത്തന ശൈലി മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് ഇനി കഴിയുമെന്ന് തന്നെയാണ് അവർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ശക്തന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ആഘോഷങ്ങളോടുകൂടി ഈ റോഡ് ഷോ സമാപിക്കുമ്പോൾ അപ്പോഴും പിരിഞ്ഞു പോകാതെ തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഏതാണ്ട് ഇവിടേക്ക് വന്നവരെല്ലാവരും പറഞ്ഞിരുന്നത് ഞങ്ങളൊരു മറ്റൊരു പൂരം ആഘോഷിക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എല്ലാവരിലും തന്നെ അതിന്റെ ഒരു ആഘോഷവും ആർപ്പുവിളികളും എല്ലാം തന്നെ പ്രകടമാണ്. എന്താണ് ഇന്നൊരു ആഘോഷത്തിന്റെ ഒരു ദിവസം പറയാനുണ്ടോ? കേരളം കാത്തിരുന്ന വിജയം. വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ സംഘടനയുടെ പ്രവർത്തകരാണ്. വർഷങ്ങളായിട്ട് ജയിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടും ഞങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതിൽ അതിന് സന്തോഷമില്ല. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വേറെ സന്തോഷം കിട്ടാനുമില്ല. കേരളം മൊത്തം BJP ഇന്നല്ലെങ്കിൽ നാളെ ഭരിക്കും, അതിലൊരു സംശയമില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. സുരേഷേട്ടന്റെ വിജയം ഇന്ന് കേരളം കൊണ്ടാടുന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളം തൂത്തുവാരും, അതിലൊരു സംശയമില്ല. എന്തോരം അപവാദം പറഞ്ഞു. ചെമ്പ് സുരേഷ് ഗോപി, മറ്റേ സുരേഷ് ഗോപി, മറിച്ച സുരേഷ് ഗോപി, എവിടെ പോയി ഇവരൊക്കെ എന്ന് പറയേ. ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു ചേട്ടാ. എന്നിട്ട് ഈ പറയണത് ഒരു വീട് പണിയുമ്പോ നമ്മൾ ആദ്യം തറക്കല്ലാണ് ഇടുക. ആ തറക്കല്ലിൽ നിന്നാണ് മുകളിലേക്ക് കെട്ടിപ്പൊക്കുക. ഇത് തറക്കല്ലാണ് തൃശ്ശൂര്. ഇനി കേരളത്തിലെ 20 മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയുടെ തേരോട്ടവും അതിലൊരുവിധ സംശയമില്ല. ആത്മവിശ്വാസത്തോടും ആഘോഷത്തോടും കൂടി തന്നെയാണ് പ്രവർത്തകർ പിരിയുന്നത്. കാരണം ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് തീർച്ചയായും BJPക്ക് ആഴത്തിൽ വേരോടാൻ തൃശ്ശൂരിലെ വിജയം അവർ അത് വളക്കുറാക്കും എന്ന് തന്നെയാണ് അവർ വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും റോഡ് ഷോ സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തൃശ്ശൂരിലേക്ക് എത്തിയതിനേക്കാൾ അതിഗംഭീരമായി തന്നെയാണ് പ്രവർത്തകർ അത് ആഘോഷിച്ച് തീർത്തത്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ ധനേഷിനൊപ്പം ജാനിപ്പോൾ, ന്യൂസ് 18. കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ പ്രതിഷേധമുയരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും പ്രതാപന് വാർഡിൽ പോലും സീറ്റില്ലെന്ന് എഴുതിയ പോസ്റ്ററുകൾ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. അതേസമയം തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി, എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തിരുത്തലുകൾ നടത്തും. തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. തൃശൂരിൽ BJP ജയിച്ചത് CPM BJP ഡീലിന്റെ ഭാഗമാണെന്നും ജോസ് വള്ളൂർ കൂട്ടിച്ചേർത്തു. കെ മുരളീധരനെ അനുനയിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. എന്താണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചറിയുമെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. അതേസമയം കെ മുരളീധരൻ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട ആളല്ല എന്നാണ് ചെന്നിത്തല ന്യൂസ് 18നോട് പ്രതികരിച്ചത്. പാർട്ടി നിർദ്ദേശങ്ങൾ അപ്പാടെ അനുസരിക്കുന്ന വ്യക്തിയാണ് മുരളീധരൻ. വടകരയിലേക്ക് കെ മുരളീധരനെ നിർദ്ദേശിച്ചത് താനും ഉമ്മൻചാണ്ടിയും ചേർന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഈ സംഘടനാ സംവിധാനം വെച്ച് നേരിടാനാകുമോ എന്ന ചോദ്യത്തിന് അത് പിന്നീട് പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കെ മുരളീധരന് താൻ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് പത്മജ വേണുഗോപാൽ. മാന്യമായ തോൽവിയല്ല മുരളിക്കുണ്ടായത്. ആരാണ് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതെന്ന് DCCയുടെ മതിലിൽ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വർഗീയത പറയുന്നത് കോൺഗ്രസാണ്. തൃശൂരിൽ ജയിച്ചാൽ എവിടെയും ജയിക്കാമെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നും പത്മജ പറഞ്ഞു. തൃശൂരിന് പുറമെ ആലത്തൂർ മണ്ഡലത്തിലെ പരാജയത്തിലും കോൺഗ്രസിൽ പടലപ്പിണക്കം. രമ്യ ഹരിദാസിന് വീഴ്ച പറ്റിയെന്ന പരസ്യ വിമർശനവുമായി പാലക്കാട് DCC പ്രസിഡന്റ് രംഗത്തെത്തി. പരാജയത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കല്ലെന്ന് A തങ്കപ്പൻ പറഞ്ഞു. പക്ഷേ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത് ഒരു ജനപ്രതി പോകാറില്ല കോൺഗ്രസിന്റെ. പക്ഷേ ആ കുട്ടി നല്ല സ്ഥാനാർത്ഥിയാണ്. ഈ 3 സ്ഥാനാർത്ഥികളിൽ വെച്ച് ഒരു കാര്യം, സ്ഥാനാർത്ഥി എന്നത് മാറ്റി നിർത്താൻ നല്ല കാൻഡിഡേറ്റ് ആണ്. പക്ഷേ ആ വീഴ്ച പാർട്ടി വേദിയിൽ പറയേണ്ടത് പുറത്തു പറയുന്നത് ശരിയല്ല എന്നായിരുന്നു രമ്യ ഹരിദാസിന്റെ പ്രതികരണം. ആലത്തൂർ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കും. ആലത്തൂർ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി എന്നും തോൽവിയുടെ കാരണം പാർട്ടി അന്വേഷിക്കുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. വോട്ടാണ് അവർക്ക് കിട്ടിയത്. അവർ വലിയ വർദ്ധനൊന്നുമല്ല. 18% വരെ വോട്ട് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും. ഇപ്പൊ BJPയുടെ പരിശോധിക്കാം. നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ നിർദ്ദേശമൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. BJPയുടെ ചില മണ്ഡലങ്ങളിലെങ്കിലും നല്ലതുപോലെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെ വെച്ച് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇവിടെ
ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് വെറുതെ വേണ്ടാത്ത സങ്കീർണത ഉണ്ടാക്കണ്ട. ആവശ്യമുള്ള കാര്യം നമുക്ക് ചെയ്യാം കേട്ടാ, ആവശ്യമുള്ള കാര്യം ചെയ്യാം. വേണ്ടാതെ ഒരു സങ്കീർണത കേൾക്കുന്ന ആൾ വിചാരിക്കാം എന്തോ ഭയങ്കരമായ സംഭവം വരാമൊന്നുമില്ല. വടകര വലിയ മത്സരം നടന്ന സ്ഥലമാണ്. അവിടെ ഒരു കനത്ത തോൽവിയാണ്. അവിടെ ശരിക്കും അവർ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലവും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സ്വാഭാവികമായിട്ടും ഇനി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മതസൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ ഒരു സജീവ ഇടപെടലാണ് ഇപ്പോഴവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ മേലെ അങ്ങനെ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണ്ട, കണക്കൂട്ടി നോക്കും. ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ആരെ വോട്ടാണ് BJPയെ ജയിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി LDFൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഭരണവിരുദ്ധ വികാരം കണക്ക് കൂട്ടിയിരുന്നെങ്കിലും ഇത്രയും തീവ്രതയുണ്ടാകുമെന്ന് CPMഉം പ്രതീക്ഷിച്ചില്ല. തന്ത്രങ്ങളെല്ലാം പാളിയെന്നതാണ് CPMനെ കുഴയ്ക്കുന്നത്. CPMന്റെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും തോൽവി സംബന്ധിച്ച് എല്ലാം വിശദമായി പരിശോധിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച UDFന്റെ ഈ കാലത്ത് 1% വോട്ട് ഞങ്ങൾ കുറയും. അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് 5% വോട്ടിന്റെ കുറവുണ്ടാവുകയും ചെയ്തു. ഒന്ന്, കേരളത്തിലാകെ UDFന് അനുകൂലമായ വിധിയെഴുത്താണ് ഉണ്ടായത്. LDF പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചിട്ടില്ല. അതിന്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് ഒരു ഒരു ആഴത്തിലുള്ള പഠനവും വിശകലനവും നടത്തേണ്ടതുണ്ട്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇതിനു മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട്. 2019 ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2004 മാത്രമാണ് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായത്. അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന സംസ്ഥാനമായിരുന്നു കേരളം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 2019 ഒരു സ്ഥലത്ത് വിജയിച്ചുള്ളൂ. 2019 ആലപ്പുഴ മാത്രമേ ജയിച്ചുള്ളൂ. അങ്ങനെ വ്യക്തിപ്രഭാവമല്ല, അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് മൊത്തത്തിൽ. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് പറയുന്നതിൽ അത്ര വലിയ കാര്യമില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പിന്നെ ഇടതുപക്ഷത്തിന് ഇത്ര വോട്ട് കിട്ടുമോ? വോട്ട് കിട്ടിയല്ലോ. പല ഘടകങ്ങളുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും പല ഘടകങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 19 സീറ്റ് നഷ്ടപ്പെട്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏത് ആണെന്ന് കണ്ടെത്തി ആ സമയത്ത് അത് പറയുക, അതായിരിക്കും നല്ലത്. ജനവിധി അംഗീകരിക്കുന്നുവെന്നും ആഴത്തിൽ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. സർക്കാരിന്റെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. മന്ത്രി കെ രാധാകൃഷ്ണന്റെ ജയത്തോടെ CPM മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചയിലേക്കും കടക്കും. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാട് CPM നേതൃത്വത്തെ അറിയിച്ചു. മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടും 4 സീറ്റിലും തോറ്റ CPIയും പരാജയ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കും. സർക്കാർ വിരുദ്ധ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ CPMഉം ഇടതുമുന്നണിയും മനസ്സിലാക്കിയിരുന്നു. അത് മറികടക്കാനുള്ള തന്ത്രങ്ങളും ശ്രമങ്ങളും നടത്തുകയും ചെയ്തിരുന്നു. അതിനായാണ് പലപ്പോഴും കുടുംബയോഗങ്ങളൊക്കെ വലിയ രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലും കുടുംബയോഗങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത് നടത്തിയത്. പക്ഷേ അതുകൊണ്ടൊന്നും ഗുണമുണ്ടായില്ല തിരിച്ചറിവാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെയും CPMന്റെയും നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത്. 2019 സമാനമായ തിരിച്ചടി എന്നാണ് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും അതിലും മോശമാണ് കാര്യങ്ങൾ. കാരണം 2019 ശബരിമലയും രാഹുൽ ഗാന്ധി ഫാക്ടറും ഒക്കെ സ്വാധീനിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ തിരിച്ചടിക്ക് ഇടയാക്കിയിരിക്കുന്നതെന്ന് നേതൃത്വം പരോക്ഷമായി സമ്മതിക്കുന്നു. സർക്കാരിനെതിരെ വലിയ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ഏതുവരെ പോകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രകടനമെന്ന് ചില നേതാക്കൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പരോക്ഷമായും അതായത് നേരിട്ട് സംസാരിക്കുമ്പോഴും അല്ലാതെ ഒക്കെ നേതാക്കൾ അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇത്രയധികം ഒരു ആഘാതം, വലിയൊരു ആഘാതം, തിരിച്ചടി CPM നേതൃത്വം പ്രതീക്ഷിച്ചില്ല എന്നാണ് വാസ്തവം. CPMന്റെ കോട്ടകളിലേക്ക് BJPയുടെ കടന്നുകയറ്റമാണ് ഇവരെ ഏറ്റവും അധികം അസ്വസ്ഥരാക്കുന്നത്. അത് നേരത്തെയൊക്കെ BJP വളരുന്നത് കോൺഗ്രസിന്റെ വീഴ്ച കൊണ്ടെന്ന് പറയുമ്പോൾ തൃശൂരിലും അതേ ആരോപണം ഉന്നയിക്കുമ്പോഴും അങ്ങനെയല്ല. കേരളത്തിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലത്തൂരും
ആലപ്പുഴയും ഒക്കെ പാലക്കാട് ഒക്കെ അത്തരത്തിൽ BJP CPM കേന്ദ്രങ്ങളിലാണ് വലിയ നേട്ടമുണ്ടാക്കിയതെന്ന യാഥാർത്ഥ്യം CPM-നെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഏതായാലും ഈ പരാജയത്തിൽ തുറന്ന ചർച്ചയ്ക്ക് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വ്യക്തമാക്കുന്നു. അടുത്ത ആഴ്ചകളിൽ CPM-ന്റെ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് 10-ാം തീയതി ചേരും. 5 ദിവസം നീണ്ടുനിൽക്കുന്ന സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് CPM വിളിച്ചിരിക്കുന്നത്. പരാജയ കാരണങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ചകളിലേക്ക് പരിശോധനകളിലേക്ക് CPM കടക്കും. 2019-ൽ വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ തെറ്റേറ്റു പറയാനും ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ തന്ത്രം പാളിപ്പോയെന്ന് തുറന്നു സമ്മതിക്കാനും അതിലെ പ്രശ്നപരിഹാരത്തിന് വീടുകൾ കയറിയിറങ്ങി നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി കാര്യങ്ങൾ സംസാരിക്കാനും തയ്യാറായിരുന്നു. അത്തരത്തിൽ തുറന്നു പറച്ചിലിനും കുറ്റങ്ങൾ ഏറ്റുപറയാനും CPM തയ്യാറാകുമെന്നാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിലും CPM അണികൾക്കിടയിലും ഉയർന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പല നീക്കങ്ങളും അദ്ദേഹത്തിന്റെ സമീപനവും തെറ്റായിപ്പോയെന്ന് വിമർശനം ഉയർന്നു വരുന്നു. അവിടെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന് വ്യക്തമല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം പാർട്ടി ഘടകങ്ങളിൽ ആരെങ്കിലും ഉന്നയിക്കാൻ തയ്യാറാകുമോ എന്നും വ്യക്തമല്ല. ഏതായാലും മന്ത്രിസഭയിൽ K രാധാകൃഷ്ണൻ രാജിവെക്കുന്നതോടുകൂടി മാറ്റത്തിന് CPM നിർബന്ധിതമായി തീരും. പക്ഷേ അതൊരു സമഗ്ര അഴിച്ചുപണിയിലേക്ക് പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. അഴിച്ചുപണി തന്നെ വേണം എന്ന ആവശ്യമുള്ളവർ CPM-ൽ ഉണ്ട്. അതൊക്കെ CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ വ്യക്തമാക്കാൻ അവർ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഇനി ഘടകകക്ഷികളും CPM-ൽ കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കും. പ്രത്യേകിച്ചും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യസഭ 2 സീറ്റുകളിലേക്ക് ഇടതുമുന്നണിക്ക് വിജയിക്കാം. അവിടെ CPM-ന് പുറമെ CPI-ക്കും കേരള കോൺഗ്രസ് എമ്മിനും NCP-ക്കും അതുപോലെ RJD-ക്കും സീറ്റ് വേണമെന്ന ആവശ്യമുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. അവിടെയും മുന്നണി ഘടകകക്ഷികൾ CPM-ൽ കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് ആലോചിക്കുന്നത്. സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് CPI വ്യക്തമാക്കി കഴിഞ്ഞു. CPM നേതൃത്വം അവർ അക്കാര്യം അറിയിച്ചു. ഏതായാലും വരും ദിവസങ്ങൾ CPM-ൽ ചർച്ചകളുടെയും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരങ്ങളുടെയും നാളുകളായിരിക്കും. എത്രത്തോളം പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇപ്പോഴത്തെ വലിയ തിരിച്ചടി ചരിത്രപരമായ തിരിച്ചടി മറികടക്കാൻ CPM-ന് കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ CPM-ന്റെ ഇടതുമുന്നണിയുടെ സംസ്ഥാനത്തെ പ്രകടനം ഏത് തരത്തിലേക്ക് പോകുമെന്നതിന്റെ കൃത്യമായ കാര്യങ്ങൾ അതിലൂടെ മാത്രമേ വ്യക്തമാകൂ. പത്തനംതിട്ട CPM-ലെ പരസ്യ പ്രതിഷേധത്തിൽ വിശദീകരണം തേടും. നാളെ ചേരുന്ന പത്തനംതിട്ട CPM ഏരിയ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാമിന്റെ ചിത്രം വെച്ചായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. കോട്ടയത്തെ കനത്ത പരാജയത്തിന് പിന്നാലെ രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ് എം. ലോക്സഭയിൽ അംഗങ്ങളില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാകും ജോസിന്റെ നീക്കം. എന്നാൽ ശക്തി കേന്ദ്രങ്ങളിലടക്കം പിന്നോട്ടു പോയ മാണി ഗ്രൂപ്പിനെ പരിഗണിക്കാൻ LDF തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച വലിയ ആഘാതം തന്നെയാണ് തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി എന്നത് മാത്രമല്ല, രാജ്യസഭയിലേക്കുള്ള ജോസ് കെ മാണിയുടെ കാലാവധിയും പൂർത്തിയാകുന്നു എന്നുള്ളതാണ്. ഇനി നാളെയോ മറ്റന്നാളോ ഒക്കെ ആയി ചർച്ച പൂർത്തിയാക്കി രാജ്യസഭയിൽ ആർക്കാണ് ഇടതുമുന്നണിയിലെ 2 സീറ്റുകൾ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. സ്വാഭാവികമായും കൂടുതൽ ശക്തമായി സീറ്റ് വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകാനാണ് ജോസ് വിഭാഗത്തിന്റെ തീരുമാനം. കാരണം ലോക്സഭയിലും MP ഇല്ല, രാജ്യസഭയിലെങ്കിലും ഒരു MP വേണം എന്ന ആവശ്യം അവർ ചൂണ്ടിക്കാണിക്കും. അതേസമയം തന്നെ CPM-ഉം സംസ്ഥാനത്തൊട്ടാകെ തോൽവി നേരിട്ടൊരു സാഹചര്യമാണ്. CPI-ക്കും സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് അംഗങ്ങളെ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളും ഈ ഒഴിവ് വരുന്ന 2 സീറ്റിലേക്ക് അവരവരുടെ അംഗങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ അവർക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടുകയാണ് തങ്ങൾക്ക് ലോക്സഭയിലും അംഗമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സീറ്റ് നേടിയെടുക്കാനുള്ള ശ്രമമായിരിക്കും ജോസ് വിഭാഗത്തെ സംബന്ധിച്ചുള്ളത്. പക്ഷേ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തിരിച്ചടി ഉണ്ടായ, പ്രത്യേകിച്ച് പാലായിലും കടുത്തുരുത്തിയിലും ഒക്കെ വലിയ തിരിച്ചടി നേരിട്ട ജോസ് വിഭാഗത്തെ സംബന്ധിച്ച് ഈ ഒരു സീറ്റ് നേടിയെടുക്കുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ മാറിയിരിക്കുന്നു. എന്തായാലും ശ്രമങ്ങൾ തുടരും. പക്ഷേ ഭാവിയിലേക്കുള്ള ചില രാഷ്ട്രീയത്തിലേക്കുള്ള ചില നീക്കുപോക്കുകളായി കൂടി ഇതിനെ കാണണം. ഇപ്പോൾ ഒരു ശക്തമായ ആവശ്യവുമായി മുന്നോട്ട് പോകുന്നു. UDF-ൽ തന്നെ ഉണ്ടായിരുന്ന രാജ്യസഭാ സീറ്റാണ്. അത് LDF-ൽ വരുമ്പോൾ നഷ്ടപ്പെടുന്ന സാഹചര്യം പാടില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ശക്തമായ ആവശ്യം ഉന്നയിക്കുക. അത് നിരാകരിച്ചാൽ ഭാവിയിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ നിലപാടെടുക്കാനും ജോസ് വിഭാഗത്തിന് ഇതൊരു കാരണമാകും.
പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ക്യാമ്പയിനുകളും വിവിധ പരിപാടികളും സംഘടിപ്പിച്ച് മലബാർ ഗ്രൂപ്പ് കാക്കഞ്ചേരിയിലെ കിൻഫ്ര പാർക്കിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നടത്തിയ പരിപാടി മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഒരു മരം ഒരു ജീവനക്കാരൻ എന്ന ക്യാമ്പയിനും തുടക്കമായി. മാനേജ്മെന്റിന്റെയും നിക്ഷേപകരുടെയും ജീവനക്കാരുടെയും പങ്കാളിത്തത്തോടെ മലബാർ ഗ്രൂപ്പ് 1,00,000 വൃക്ഷത്തൈകൾ നടും. 2020 ലോകകപ്പിൽ അനായാസ ജയവുമായി ഇന്ത്യ അയർലൻഡിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. 97 റൺസ് വിജയലക്ഷ്യം. 13.2 ഓവറിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു. രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡിനെ വരിഞ്ഞു മുറുക്കിയുള്ള ബൌളിംഗ് പ്രകടനമാണ് ഇന്ത്യ പുറത്തെടുത്തത്. ഞായറാഴ്ച പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.